അനൂപാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. അനൂപ്, ഇപ്പോൾ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? 9:30 സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ കാര്യപ്പെട്ട ഒരു തിരക്കുണ്ടോ, അതോ രാവിലെ ഉണ്ടായിരുന്ന തിരക്കിൽ കുറച്ച് കുറവൊക്കെ വന്നു കഴിഞ്ഞോ? ഇല്ല. ഇപ്പോഴാണ് പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവുണ്ടാകുന്നത്. 13% എത്തിയിരിക്കുന്നു വയനാട്ടിലാകെ പോളിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമല ബൂത്തിലാണ്. ചൂരൽമല ബൂത്തിനായി, പ്രത്യേകിച്ച് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾക്കായി പ്രത്യേക ബൂത്ത് ചൂരൽമലയിലും മേപ്പാടി സ്കൂളിലുമായി സജ്ജീകരിച്ചിട്ടുണ്ട്. 10-11 വാർഡുകൾ, 10-12 വാർഡുകൾ ഈ ചൂരൽമലയിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ ബൂത്തിലും ഏതാണ്ട് 1200-1000 വോട്ടർമാരുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മേപ്പാടിയിൽ സജ്ജീകരിച്ച മുണ്ടക്കൈ 11 വാർഡിലെ ബൂത്തിലാണ്. ഏതായാലും ഇവിടേക്ക് പ്രത്യേക ബസ് സൗകര്യവും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുണ്ടക്കയിലെ ആളുകളെല്ലാം ഒരു ഇടക്കാലത്തിന് ശേഷം ഇവിടേക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ തിരിച്ചെത്തിയതാണ്. ഇപ്പോൾ എനിക്കൊപ്പം സുബൈറുണ്ട്. ഇവരെല്ലാം നേരത്തെ ഈ മേഖലയിലുള്ള ആളുകളാണ്. വീണ്ടും ഒരു ഇങ്ങോട്ട് കുറച്ച് കാലമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് വോട്ട് ചെയ്യാൻ വന്നിരിക്കും? അതെ, കുറച്ച് കാലമായി. കാരണം എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോയിട്ടും ഞങ്ങൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു പൗരൻ്റെ ധർമ്മം എന്ന രീതിയിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഇനിയുള്ള പ്രതീക്ഷകളെന്ന് പറയുന്നത് ഞങ്ങളൊരു പുനരധിവാസമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോലെ ഒരുപാട് പേര് പല ദിക്കിൽ നിന്ന് വന്നുകൂടിയവരാണ്. എല്ലാവരും വേദനീയമായ രീതിയിൽ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ആർക്കും വലിയ സന്തോഷമോ കാര്യങ്ങളോ നമ്മൾ കാണുന്നില്ല. കാരണം ഇതിൽ ആര് വിജയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളൊരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ആരായാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. കാരണം അത്രയും ഞങ്ങളുടെ മക്കളും മറ്റുള്ള എല്ലാവരും ഇപ്പോഴും മണ്ണിനടിയിൽ ഒരുപാട് പേരുണ്ട്. DNA ടെസ്റ്റ് പോലും ഇപ്പോഴും അതിൻ്റെ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. ഈ സാഹചര്യത്തിലും ഞങ്ങൾ മറ്റൊന്നും നോക്കാതെ ഞങ്ങളെ വോട്ട് ഒരു പൗരൻ എന്ന രീതിയിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്നതാണ്. എല്ലാവർക്കും വേദനയോടുകൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ കാണുന്ന കഴിഞ്ഞ പ്രാവശ്യം കാണുന്നത് പോലെയല്ല, ഒരുപാട് പേര് നിറഞ്ഞിരുന്നു. ഇതെല്ലാവരും ഒരുപാട് പേരെ ഇപ്പോഴും കാണാൻ അറിയാത്തതാണ്. നല്ലൊരു വേദനീയമായ ഒരു കാര്യത്തിലൂടെയാണ് ഞങ്ങളിപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതിലാരെ വിജയിച്ചാലും ഞങ്ങൾക്ക് ഒരു പുനരധിവാസം മറ്റുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സുബൈർക്ക് പറഞ്ഞതും ഇപ്പോൾ അതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർ എല്ലാ വേദനകൾക്കിടയിലും അവർ പങ്കാളികളാവുന്നത്, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർ ഭാഗഭാക്കാവുന്നത് അവരുടെ വലിയ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവരുടെ പുനരധിവാസം സംബന്ധിച്ചെല്ലാമുള്ള അവരുടെ പ്രതീക്ഷകളിലെ കൂടി അതിലൂന്നിയാണ്. ഏതായാലും ഒരു ഈ വേളയിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, കേന്ദ്ര സഹായവുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് വൈകുന്നൊരു സാഹചര്യമുണ്ടായി. അതിനെതിരെ വലിയൊരു പ്രതിഷേധം ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു. ആ കേന്ദ്ര സഹായം ഇപ്പോഴും വൈകുന്ന ഒരു പ്രശ്നമുയർത്തിയായിരുന്നു LDFിൻ്റെ എല്ലാം വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ആ വിഷയത്തിൽ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവിടെ എത്തിയ കേന്ദ്രമന്ത്രിമാരോ മറ്റോ അതിലൊരു പ്രതികരണമോ, അല്ലെങ്കിൽ ആ വിധത്തിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് നൽകിയ ഈ പ്രതിവർഷ ഗഡുവിനെ ചൊല്ലി അത്തരം കാര്യങ്ങൾ പറഞ്ഞ് സൂചിപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. ഏതായാലും ആ വിഷയമെല്ലാം വലിയ സജീവമായ തെരഞ്ഞെടുപ്പ് ചർച്ചയായി ഈ മണ്ഡലത്തിൽ നിലനിന്നിരുന്നു. LDF ഉയർത്തിയ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി അത് മാറുകയും ചെയ്തിരുന്നു. അതിനോടുമുള്ള എല്ലാമുള്ള ഒരു പ്രതികരണം ഈ വിധത്തിൽ മണ്ഡലത്തിലുണ്ടാവും എന്നത് തന്നെയാണ് വോട്ടർമാരും അതോടൊപ്പം മുന്നണികളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ചൂരൽമലയിൽ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ അട്ടമല 10ാം വാർഡ്, പിന്നീട് ഈ 11ാം വാർഡ്, 12ാം വാർഡ്, ഈ 2 ബൂത്തുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകമായ ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ ആ 12ാം നമ്പർ ബൂത്തിൽ ഏതാണ്ട് 75 പേർ ആ വോട്ടർ പട്ടികയിൽ ഇപ്പോഴില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാകരമായ കാര്യം. അതോടൊപ്പം ഇവിടെ അട്ടമല വാർഡിൽ ഏതാണ്ട് 16 പേർ ആ വോട്ടർ പട്ടികയിലില്ല. മേപ്പാടി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ 11ാം വാർഡിൽ അവിടെ 76 പേരാണ് ആ വിധത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഇല്ലാതായത്. അവർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ട സാഹചര്യമുണ്ടായി. അവരുടെ ഇവിടേക്ക് എത്തുമ്പോൾ അവർ ആ വിധത്തിലുള്ള ഓർമ്മകളെല്ലാം പങ്കുവെക്കുകയാണ് പരസ്പരം. ഇവിടേക്ക് തിരിച്ചെത്തുമ്പോൾ വലിയ ഒരു വേദനയിലാണ്. ഈ മുണ്ടക്കയിലേക്ക് അവർ ചൂരൽമലയിലേക്കെല്ലാം തിരിച്ചെത്തുമ്പോൾ വലിയ വേദനയിലാണ്. പലരും പരസ്പരം ഒരു ഇടകാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നത് ഇപ്പോഴാണ്. നമുക്കറിയാം, ഒരു 20ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലായാണ് പലരും ഇപ്പോൾ ഉള്ളത്.